ആൾക്കാർ പിന്നെയും വലിക്കുന്നുണ്ട്. അപ്പം വളരെ പ്രോബ്ലമായിട്ട് പുകവലിക്കുന്നവർക്ക് മരുന്നുകളിൽ നിർത്താൻ പറ്റാതെ സപ്പോർട്ടിലും നിർത്താൻ പറ്റാതെ വളരെ ഒരു ദിവസം 30-40 സിഗരറ്റ് ഒക്കെ വലിക്കുന്നവർക്ക് ചിലപ്പോൾ പാച്ചിന്റെ ആവശ്യം വേണ്ടി വരും. കാരണം പെട്ടെന്ന് നമ്മൾ ആ ശരീരത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന നിക്കോട്ടിൻ നമ്മൾ വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിഡ്രോവൽ സിംറ്റംസ് വളരെ കറക്റ്റ്. ആ സിംറ്റംസിനെ അതിജീവിക്കാൻ വേണ്ടി നമ്മൾ വളരെ സ്ലോയി വളരെ പതിയെ ചെറിയ ഡോസ് ഓഫ് നിക്കോട്ടീന് ഈ പാച്ച് വഴി നമ്മൾ ദേഹത്തൊട്ടിച്ചിട്ട് കൊടുത്ത് ആ ലെവല് കുറച്ചുകൊണ്ട് വന്ന് ഗ്രാജുവലി നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണ് വേണ്ടത്. അതാണ് നിക്കോട്ടീൻ പാച്ച് കൊണ്ടുള്ള ഉപയോഗം. സർ, സ്മോക്കിംഗ് കൊണ്ട് നമ്മളിപ്പം പറഞ്ഞു COPD ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഏതൊക്കെ രോഗങ്ങൾ ഉണ്ടാവുന്നത് സർ? സ്മോക്കിംഗ് കൊണ്ട് ഉണ്ടാകുന്ന മെയിൻ രോഗങ്ങൾ എന്ന് പറയുന്നത് COPD, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ക്യാൻസർ. ഇതാണ് ഏറ്റവും 4 വേൾഡിലെ 10 കില്ലർ ഡിസീസസ്, അതായത് മരണസംഖ്യ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന അസുഖങ്ങളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെടുന്ന ആദ്യത്തെ 3 അസുഖങ്ങളാണ് ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും പിന്നെ COPD എന്ന് പറയുന്നത് ശ്വാസകോശത്തിന്റെ പ്രശ്നം. പിന്നെ അതിൽ തന്നെ പെടുന്നതാണ് ക്യാൻസർ. സർ, നമ്മൾ ILD എന്ന് പറഞ്ഞിരുന്നു, ഇന്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ്, അതിനെ കുറിച്ചൊന്ന് പറയാമോ സർ? ഇന്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസും എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വളരെ ബ്രോഡായിട്ടുള്ളൊരു സംഭവമാണ്, ടെർമിനോളജിയാണ്. അത് ചെറിയൊരു സംഭവമല്ല. അതായത് അത് എല്ലാവരിലും കാണപ്പെടുന്നതല്ല. അത് ഡോക്ടർമാരെ തന്നെ ഡയഗ്നോസ് ചെയ്ത് മനസ്സിലാക്കി എടുക്കേണ്ട ഒരു കാര്യമാണ്. അത് സ്പെഷ്യലിസ്റ്റിന്റെ അടുക്ക തന്നെ ചെന്നാലാണ് ഏറ്റവും ബ്യൂട്ടിഫുള്ളി അതിനെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു 100-ന് മേലെ ഘടകങ്ങൾ കാരണം ഈ ILD എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാകാറുണ്ട്. അപ്പൊ ഇതിനകത്ത് ഏത് ഘടകം കാരണമാണ് ഈ പ്രശ്നം വന്നതെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മുടെ ശ്വാസകോശം ചെന്ന് എൻഡ് ചെയ്യുന്നത്, ശ്വാസനാളികൾ ചെന്ന് എൻഡ് ചെയ്യുന്നത് അറകളിലാണ്. ഈ അറകളുടെ താഴ്ഭാഗത്ത് ബ്ലഡ് ഒഴുകുന്ന ചെറിയ അരുവികളുണ്ട്. അപ്പം ആ അരുവികളാണ് ഈ അറകളിൽ നിന്ന് ഓക്സിജനെ എടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തോട്ട് തള്ളുകയും ചെയ്യുന്നത്. ഈ ഒരു പാളിയാണ് നമ്മൾ ഇന്റർസ്റ്റീഷ്യം, ശ്വാസകോശത്തെ ഇന്റർസ്റ്റീഷ്യം എന്ന് വിളിക്കുന്നത്. ഇതിന് ഘടനാപരമായിട്ടുള്ള ഡാമേജ് ഉണ്ടാകുന്നു. അപ്പം ഇതിന് മെയിനായിട്ട് ചെയ്യേണ്ട ജോലി ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ഓക്സിജനെ കൊടുക്കാനും പറ്റുന്നില്ല, കാർബൺ ഡൈ ഓക്സൈഡിന്റെ പുറന്തള്ളൽ നടക്കുന്നില്ല, അവിടെ അതിലേ കൂടെ സ്മൂത്ത് ആയിട്ട് ഒഴുകിപ്പോവാനും പറ്റുന്നില്ല. മനസ്സിലായില്ല? അപ്പം ഈ ഒരു പ്രശ്നമാണ് ILD. അത് നമ്മൾ സ്കാനും ബയോപ്സിയും ചെയ്തിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത്. സർ, നമുക്ക് ശ്വാസകോശം എത്രമാത്രം നല്ലതായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നെന്ന് അറിയാൻ പറ്റുന്ന ടെസ്റ്റുകൾ ഏതൊക്കെയാ സർ? മെയിൻ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ശ്വാസകോശത്തിന്റെ ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഘടന മനസ്സിലാക്കണമെങ്കിൽ മെയിൻലി വേണ്ടത് എക്സ്റേയും CT സ്കാനും പോലത്തുള്ള റേഡിയോളജി കൊണ്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ആണ്. പക്ഷെ എല്ലാവർക്കും CTയുടെ ആവശ്യമില്ല, എല്ലാവർക്കും എക്സ്റേയുടെ ആവശ്യമില്ല. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ആസ്മ ഉള്ള ഒരു പേഷ്യന്റ് നമുക്ക് യൂഷ്വലി പലപ്പോഴും എക്സ്റേയുടെ ആവശ്യം വേണ്ടി വരത്തില്ല. അങ്ങനത്തെ ഉള്ളവർക്ക് ശ്വാസകോശ പരിശോധന, അതായത് ലങ് ഫംഗ്ഷൻ ടെസ്റ്റ്, PFT എന്ന് പറയും, ആ ടെസ്റ്റാണ് നമ്മൾ ചെയ്ത് നോക്കേണ്ടത്. അത് ഈ COPD പേഷ്യൻസിലും നമ്മൾ മെയിൻലി ചെയ്ത് നോക്കേണ്ട ടെസ്റ്റാണ് ഈ PFT. മിക്ക ശ്വാസകോശ കാരണങ്ങളുള്ള ശ്വാസമുട്ടലിലും നമുക്ക് ചെയ്തു നോക്കേണ്ട ഒരു ടെസ്റ്റാണ്, മെയിനായിട്ടൊരു ടെസ്റ്റാണ് ലങ് ഫംഗ്ഷൻ ടെസ്റ്റ്. അതൊരു 10 മിനിറ്റത്തെ ഒരു ടെസ്റ്റേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടൊരു മെഷീനിലോട്ട് നമ്മൾ അതിലൊരു കുഴൽ കാണും, വായ്ക്കുള്ളിൽ നമ്മൾ ആ കുഴൽ വെച്ചിട്ട് ആ കുഴൽ ശക്തിയായിട്ട് ഊതി വലിച്ചെടുക്കുക. അങ്ങനെ ഒരു റിപ്പോർട്ട് കിട്ടും. ആ റിപ്പോർട്ട് വെച്ചിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത് ശ്വാസകോശത്തിന് എത്രമാത്രം കപ്പാസിറ്റി ഉണ്ടെന്നുള്ളത്. ആ കപ്പാസിറ്റി മരുന്ന് കൊടുക്കുമ്പോൾ ഇംപ്രൂവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. ആ കപ്പാസിറ്റിയുടെ ബേസിസിലാണ് നമ്മൾ ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്യേണ്ടത്. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ടെസ്റ്റ്, ലങ് ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഈ ടെസ്റ്റിന് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ? ഒരു സൈഡ് എഫക്ട്സും ഇല്ല. ഇത് മാനുവലി ചെയ്യുന്ന ടെസ്റ്റ് ആണ്. നമ്മൾ ഇഞ്ചക്ഷനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ലൈൻ ഇട്ടിട്ട് ഡ്രിപ്പ് കൊടുത്ത് അങ്ങനൊന്നും ചെയ്യുന്നതല്ല. ഇത് ഒരു മെഷീനിലോട്ട് നമ്മൾ സ്വമേധയാ ഊതുന്നു, വലിച്ചെടുക്കുന്നു. നമ്മൾ നോർമലി ശ്വാസം എടുക്കുന്നത് കുറച്ച് ശക്തിയായിട്ടൊന്ന് ശ്വാസം എടുക്കുമ്പോഴത്തേക്കും നമ്മളുടെ റിപ്പോർട്ടിംഗ് നടക്കും. അത് ഒട്ടും ഒരു സൈഡ് എഫക്റ്റും ഇല്ല. ഇപ്പം നമ്മൾ പറഞ്ഞു സ്മോക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞു, COPD കുറിച്ച് പറഞ്ഞു, ILD കുറിച്ച് പറഞ്ഞു. ഇതൊക്കെ മുതിർന്നവർ കാണുന്ന അസുഖങ്ങളാണ് അല്ലേ സർ?
കുട്ടികളിൽ ഏതൊക്കെയാണ് ശ്വാസകോശ സംബന്ധമായ അസുഖം? മുതിർന്നവരിലെന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷെ വളരെ ഒരു പോപ്പുലേഷൻ മുതിർന്നവരിലാണ് കാണുന്നത്. ഇപ്പം പലപ്പോഴും നമ്മൾ ഈ COPD 40-45 വയസ്സിലുള്ളവരിലൊക്കെ വളരെ ചെറിയ പ്രായത്തിലേക്ക് ശ്വാസകോശ പുകവലിച്ചു തുടങ്ങുന്നത് നമ്മൾ കേരളത്തിൽ അത്രയും കാണുന്നില്ലെന്നേ ഉള്ളൂ. അയൽ സംസ്ഥാനങ്ങളിൽ പോവാന്നുണ്ടെങ്കിൽ 12 വയസ്സ് 10 വയസ്സ് തൊട്ട് 10 വയസ്സില്ലെന്നുണ്ടെങ്കിൽ ഒരു 12 വയസ്സ് തൊട്ടൊക്കെ പുകവലിച്ചു തുടങ്ങുന്ന കുട്ടികളുണ്ട്. അപ്പം അവരിലൊക്കെ കുറച്ച് ഏർലിയായിട്ട് നമുക്ക് കാണാം. കുട്ടികളിൽ കാണുന്ന മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ആസ്മ എന്നുള്ള അസുഖമാണ്. പിന്നുള്ളതെന്ന് പറയുന്നത് ഹ്രസ്വകാലത്തേക്ക് വരുന്ന ന്യൂമോണിയ, ജലദോഷം, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കാരണം ഉണ്ടാകുന്ന ശ്വാസം മുട്ടലാണ്. പക്ഷെ മെയിൻ വളരെ ഒരു അധികം സംഖ്യ കുട്ടികളിൽ കാണുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആസ്മ എന്ന് പറയുന്ന പ്രശ്നമാണ്. സർ, ന്യൂമോണിയെ കുറിച്ചൊന്ന് പറയാമോ സർ? ഏറ്റവും കൂടുതൽ ഞങ്ങൾ കേട്ടിട്ടുണ്ട് കുട്ടികൾക്ക് പെട്ടെന്ന് ഈ അസുഖം വരുന്നു, പെട്ടെന്ന് കുട്ടികൾക്ക് മാത്രമല്ല എൽഡർലിയിലും എക്സ്ട്രീംസ് ആണത്. ന്യൂമോണിയ എന്ന് പറയുന്നത് യൂഷ്വലി രണ്ടും ഡിപ്പെൻഡന്റ് പോപ്പുലേഷൻ ആണ്. കുട്ടികൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും പ്രായം കൂടുതൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും രണ്ടും ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള പോപ്പുലേഷനാണ്. ഈ എക്സ്ട്രീം പോപ്പുലേഷനിലാണ് രോഗപ്രതിരോധ ശക്തി കുറവും കൂടുതൽ അസുഖത്തിന് അണുബാധ ഉണ്ടാകാൻ സാധ്യതയും ഉള്ളത്. ന്യൂമോണിയ എന്ന് വെച്ചാൽ ശ്വാസകോശത്തിന്റെ അണുബാധ, അത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ശ്വാസകോശത്തിന് ഉണ്ടാകുന്ന അണുബാധയാണ് ന്യൂമോണിയ. ഈ ഒരു ഗ്രൂപ്പിലാണ് കൂടുതലായിട്ട് കാണുന്നത്. പക്ഷെ കുട്ടികളിൽ യൂഷ്വലി കാണുന്ന, കുട്ടികളുടെ കാര്യം എടുത്തു ചോദിച്ചുകൊണ്ട് ഞാൻ പറയാണ്, കുട്ടികളിൽ യൂഷ്വലി കാണുന്ന ന്യൂമോണിയ എന്ന് പറയുന്നത് പലപ്പോഴും അലർജിയുടെ ഭാഗമായിട്ട് വരുന്ന സെക്കൻഡറി ആയിട്ട് വരുന്ന ഇൻഫെക്ഷൻ ആണ്. മനസ്സിലായില്ലേ? അലർജി എന്ന് പറയുന്നത് പൊടിയടിക്കുമ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ ഇത് നമ്മളുടെ പുക അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുമായിട്ടുള്ള എക്സ്പോഷർ വരുമ്പോഴത്തേക്കും റിക്കറന്റ് ആയിട്ട് കുട്ടികൾക്ക് മൂക്ക് ചൊറിച്ചിലും തുമ്മലും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അത് കൺട്രോൾ ആകാതെ നിന്ന് ചുമയായി നിന്ന് പിന്നെ രണ്ടാമത് കഫക്കെട്ടും ശ്വാസം മുട്ടലുമായിട്ട് കൂടാറുണ്ട്. കുട്ടികളിൽ അപ്പൊ നമുക്ക് PFT ചെയ്യാൻ പറ്റുമോ സർ? കുട്ടികളിൽ PFT ചെയ്യാൻ പറ്റും. വളരെ ചെറിയ കുട്ടികളിൽ ചെയ്യാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. അങ്ങനത്തെ കുട്ടികളിൽ നമുക്ക് അല്ലാതെ ക്ലിനിക്കലായിട്ട് നമുക്ക് നോക്കി മനസ്സിലാക്കേണ്ടതാണ്. പക്ഷെ ഒരു 5ാം ക്ലാസ് അല്ലെങ്കിൽ 6ാം ക്ലാസ്സിന് മേലെയുള്ള കുട്ടികൾക്ക് യൂഷ്വലി ചെയ്യാൻ പറ്റാറുണ്ട്. കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിൽ ഒരു 10 മിനിറ്റിൽ ചെയ്ത് തീർക്കാൻ പറ്റത്തില്ലെങ്കിൽ ഒരു 10-20 മിനിറ്റിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി പതുക്കെ ചെയ്യിപ്പിക്കാം. സർ, നമുക്ക് വാക്സിനേഷൻസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ശ്വാസകോശ രോഗങ്ങൾക്ക് എന്തൊക്കെ വാക്സിനേഷൻസ് ഉണ്ട്? വളരെ നല്ലൊരു ചോദ്യമാണത്. കാരണം എന്താണെന്ന് വെച്ചാല് പലർക്കും ഇതിനെക്കുറിച്ചൊരു അറിവില്ല. സത്യം പറഞ്ഞാൽ കുട്ടികൾക്ക് എൻ്റെ അടുക്ക വരുന്ന ഈ അസുഖങ്ങളുള്ള മുതിർന്ന ആൾക്കാർക്ക് വാക്സിനേഷന്റെ കാര്യം പറയുമ്പോഴത്തേക്കും അത് ഞങ്ങൾ ചെറുപ്പ വയസ്സിലെ കുഞ്ഞു വയസ്സിലെ എടുത്തിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പൊ അവർക്ക് അറിയത്തില്ല മുതിർന്നവരിലും ഈ രോഗപ്രതിരോധ ശക്തിക്ക് വേണ്ടിയിട്ട് കുത്തിവയ്പ്പുകൾ ഉണ്ടെന്ന് ഉള്ള കാര്യം മനസ്സിലാകുന്നത്. വാക്സിനേഷൻസ് ഉണ്ട്. വാക്സിനേഷൻസ് മെയിനായിട്ട് പറയുന്ന 2 വാക്സിൻ എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ വാക്സിനും ന്യൂമോകോക്കൽ വാക്സിനും. ഇതിനകത്ത് ന്യൂമോകോക്കൽ വാക്സിൻ ഒരു പ്രാവശ്യം എടുത്താൽ മതി. പക്ഷേ ഇൻഫ്ലുവൻസ വാക്സിൻ എല്ലാ വർഷവും എടുക്കേണ്ടതാണ്. നമ്മുടെ ഫ്ലൂ വരുന്നത് പ്രതിരോധിക്കാൻ വേണ്ടി. വാക്സിൻ എടുത്തെന്ന് പറഞ്ഞാൽ അസുഖം വരത്തില്ലെന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷെ വരാൻ സാധ്യതയുള്ള അസുഖത്തിന്റെ കാഠിന്യം, വരാനുള്ള തോതും കുറയ്ക്കാൻ വാക്സിനേഷനെ കൊണ്ട് സഹായകരമാകും. അപ്പം ഇങ്ങനത്തുള്ള, പ്രത്യേകിച്ച് എല്ലാവർക്കും വാക്സിൻ എടുക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിലും അണ്ടർലൈങ് ഓൾറെഡി പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ശ്വാസകോശ പ്രോബ്ലവും പ്രശ്നങ്ങളുമുള്ള മരുന്നെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളിൽ തീർച്ചയായിട്ടും അവർ വാക്സിൻ എടുത്തിരിക്കണം. അപ്പം സർ, നമുക്ക് ഈ വാക്സിന്റെ ബൂസ്റ്റർ ഡോസ് എന്നൊക്കെ പറയുന്നുണ്ട്, അതിനെ കുറിച്ചൊന്ന് പറയാം. ബൂസ്റ്റർ ഡോസ് നമ്മൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഈ ഫ്ലൂ വാക്സിനിൽ മാത്രമേ നമുക്ക് വർഷാവർഷം എടുക്കേണ്ടി വരുന്നുള്ളൂ. അല്ലാതെ വലിയ തോതിൽ ബൂസ്റ്റർ ഡോസ് എന്ന് പറയാൻ വേണ്ടിയില്ല. കുട്ടികളിൽ കാണുന്ന രീതിയിൽ പ്രായമുള്ളവരിൽ ബൂസ്റ്റർ ഡോസ് എന്ന് പറയാനുള്ള ഒരു കാര്യങ്ങളില്ല. നമ്മൾ ഈ H1N1 നമ്മളിങ്ങനെ പത്രത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു പേടി എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അതിന് വാക്സിനേഷൻസ് ഉണ്ടോ? അത് എങ്ങനെയാണ് നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുന്നത്? അതെ, അതെല്ലാം ഈ ഫ്ലൂ വൈറസസ് ആണ്. അതായത് ഈ ഫ്ലൂ കാരണം ഈ H1N1 എന്ന് പറയുന്നത് ഒരു വർഷം ഉണ്ടായിരിക്കുന്ന ഒരു സ്ട്രെയിൻ ആണ്. എല്ലാ വർഷവും പക്ഷെ ഈ സ്ട്രെയിൻ തന്നെ ആയിരിക്കത്തില്ല ഉണ്ടാകുന്നത്. ഈ H-ഉം N-ഉം എന്ന് പറയുന്നത് സ്ട്രെയിൻസ് ആണ്. H1N1 പോലെ H2N2, H3N4, H3N5 ഇങ്ങനെ പല സ്ട്രെയിൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് നമുക്ക് എല്ലാ വർഷവും ഫ്ലൂ വാക്സിൻ എടുക്കേണ്ടി വരുന്നത്. കാരണം ഓരോ വർഷവും ഈ സ്ട്രെയിൻ മാറിക്കൊണ്ടിരിക്കും.
അത് നമ്മളല്ല ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. WHO, CDC ഇങ്ങനെ വളരെ വലിയ സംഘടനകളുണ്ട്. അത് അവരുടെ റിപ്പോർട്ട്സിൻ്റെതും സ്റ്റഡിയുടെയും കാര്യങ്ങൾ വെച്ചിട്ട് അവരാണ് തീരുമാനിക്കുന്നത് ഏത് സ്ട്രെയിൻ ആണ് ഈ വർഷത്തേക്ക് വേണ്ടതെന്ന്. ആ സ്ട്രെയിൻ്റെ ബേസിസിലാണ് നമ്മൾ ആ വർഷത്തെ വാക്സിൻ തീരുമാനിക്കുകയും ആ വർഷത്തെ വാക്സിൻ കൊടുക്കുകയും ചെയ്യുന്നത്. മാർക്കറ്റിൽ എത്തുമ്പോൾ ആ വാക്സിൻ കൊടുക്കുകയും ചെയ്യുന്നത്. അതെല്ലാം